ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടി മാത്രം. ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി നിങ്ങൾ ഇരിക്കേണ്ട നിങ്ങളുടെ കയ്യിൽ പേനയും നോട്ടും നിർബന്ധം. നിങ്ങളിപ്പോൾ അവിടെ പോസ്റ്റ് ആക്കിക്കോളൂ, പേനയും നോട്ടും കൊണ്ടുവന്നിട്ട് ഇരിക്കുന്നത് ഫുള്ളായിട്ട് കാണി, എഴുതി വെക്കുകയും ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ, ശ്രീലങ്കയിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടല്ലോ അല്ലേ? ഉള്ളിൽ താല്പര്യം ഉണ്ടല്ലോ, പക്ഷേ നടക്കുമോ, പോകുമോ, സാധിക്കുമോ? ഇതൊക്കെയാണ് ചിന്ത. ഇതിനൊരു പരിഹാരമാണ് നമ്മൾ ഇപ്പോൾ തീരുമാനമെടുക്കേണ്ടത്. നമ്മൾ എത്ര പോയിൻറ്റ്സാണ് എനിക്ക് വേണ്ടത്, എവിടെ നിന്നാണ് എനിക്കത് വരേണ്ടത്, എത്ര ഓരോരോ മാസവും ഞാൻ ചെയ്യേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ഇരുന്നോ. ഈ ഒരു അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം അതുമായിട്ടൊന്ന് ഇരുന്ന് നിങ്ങളൊരു പ്ലാൻ ചെയ്തോ? സത്യത്തിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യണം. ഇപ്പോൾ ഒരു പെന്നും നോട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾ നോൺ ക്വാളിഫൈഡ് ഡയറക്ടർ ആണല്ലോ. നോൺ ക്വാളിഫൈഡ് ഡയറക്ടർ ആയ വ്യക്തികൾക്ക് ശരിക്ക് ഈ മാസം, അതായത് മാർച്ചിൽ നോൺ ക്വാളിഫൈഡ് ഡയറക്ടർ കേട്ടോ, മാർച്ചിൽ നോൺ ക്വാളിഫൈഡ്, ഏപ്രിലിലേക്ക് വന്ന സമയത്ത് നിങ്ങൾക്ക് ഈ മാസം ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്ന് കരുതുക. ഡോൺ വറി. നിങ്ങൾക്ക് എത്ര പോയിൻ്റ് ആയപ്പോൾ? ഏപ്രിലേക്ക് വന്നപ്പോൾ, ഏപ്രിൽ നോൺ ക്വാളിഫൈഡ് ആയപ്പോൾ 0 എഴുതി വെക്കി. ഞാൻ ഓൾറെഡി നോൺ ക്വാളിഫൈഡ് ഡയറക്ടറാണ്. അപ്പോൾ ഞാനൊരു പേൻ എടുത്തു, നോട്ട് എടുത്തു. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, 7 മാസമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഏപ്രിൽ ഇൻ കേസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ നമുക്ക് 0 പോയിൻറ്റ്. മെയ് മാസത്തിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്തു, ഡയറക്ടറായി. അപ്പോൾ നിങ്ങൾക്ക് എത്ര പോയിന്റ് കിട്ടി? 2 എഴുതി നോക്കി. മെയ് 2, അതായത് 2 മാത്രം ഇതല്ല, മെയ് ഡയറക്ടർ 2. മെയ് മാസത്തിൽ നിങ്ങൾ ഡയറക്ടറായി 2 പോയിന്റ് കിട്ടി. ജൂൺ എഴുതി നോക്കി. ജൂൺ നിങ്ങൾ സീനിയർ ഡയറക്ടർ ക്വാളിഫൈ ചെയ്തു. പറയാൻ പറ്റില്ലല്ലോ, നമ്മുടെ ടീമിൽ ഇന്നത്തെ അവസ്ഥ ആയിരിക്കില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ടുള്ള അവസ്ഥ ആയിരിക്കണം എന്നില്ല പുതിയ ടീമിൽ പുതിയ ആളുകൾ കടന്നു വരുമ്പോൾ സംഭവിക്കുക. അപ്പം നമ്മൾ ആ അവസാന സമയം അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ എടുക്കേണ്ട തീരുമാനം, ഇപ്പം തീരുമാനം എടുത്തിട്ട് ഇതിന് വേണ്ടി പണിയെടുക്കേണ്ട ആൾക്കാരാണ്. അപ്പം നിങ്ങൾ ഈ മാസം നിങ്ങൾ എന്ത് ചെയ്തു? ജൂൺ മാസത്തിൽ നിങ്ങൾ സീനിയർ ഡയറക്ടർ ക്വാളിഫൈ ചെയ്തു. അപ്പോൾ സീനിയർ ഡയറക്ടർ എന്ന് എഴുതുക. പിന്നെ ജൂണിന് മേലെ എഴുതി കഴിഞ്ഞു, സീനിയർ ഡയറക്ടർ എഴുതി, നിങ്ങളുടെ പോയിന്റ് 2 പോയിന്റ് എഴുതി. ഇയർലി ബേർഡ് ഓഫർ അവിടെ ഫസ്റ്റ് കഴിഞ്ഞല്ലോ, ഏപ്രിലും മെയിനും കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് 2 പോയിന്റ്. ഇനി നിങ്ങൾ ജൂലൈയിലും നിങ്ങൾ സീനിയർ ഡയറക്ടർ ക്വാളിഫൈ ചെയ്തു, സെയിം അപ്പോൾ നിങ്ങൾക്ക് 2 പോയിന്റ് എഴുതി വെക്കി. ഓഗസ്റ്റിൽ ഇതുപോലെ തന്നെ നിങ്ങൾ സീനിയർ ഡയറക്ടർ ക്വാളിഫൈ ചെയ്തു, 2 പോയിന്റ്. സെപ്റ്റംബറിൽ നിങ്ങൾ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി, അപ്പോൾ നിങ്ങൾക്ക് 3 പോയിന്റ്. ഒക്ടോബറിൽ നിങ്ങൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ക്വാളിഫൈ ചെയ്തു, 3 പോയിന്റ്. അപ്പോൾ ടോട്ടൽ എത്ര പോയിന്റ് ആയിരുന്നു കൂട്ടിക്കാൻ? 14 പോയിന്റ്. നോൺ ക്വാളിഫൈഡ് ഡയറക്ടർ മാർച്ച് മാസത്തിലുള്ള വ്യക്തിക്ക് പോകാൻ 14 പോയിന്റ് മതി. ആ വ്യക്തി ശ്രീലങ്കയിലേക്ക് ഫ്രീ ആയിട്ട് പോകാൻ റെഡി. മാത്രമാണോ സംഭവിച്ചിട്ടുണ്ടാവുക? നിങ്ങളുടെ ഇൻകത്തിൽ മാറ്റം വന്നിട്ടുണ്ടാവില്ലേ? നിങ്ങളുടെ ടീമിൽ മാറ്റം വന്നിട്ടുണ്ടാവില്ലേ? നിങ്ങളെ നാളെ കാത്തിരിക്കുന്ന ഒരു ഒരു ബിസിനസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വരുമാനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വിട്ടുകൊടുക്കരുത്. ഇത് ഞാൻ ഒന്നാമത്തെ കാര്യം പറഞ്ഞിട്ട്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് വേറെ ഇരിക്കുള്ളൂ. ഇതൊന്ന് നെക്സ്റ്റ് ഇതേപോലെ തന്നെ ഒരു കാൽക്കുലേഷൻ നമ്മൾ വേറെ ഒന്നുകൂടി നടത്തി നോക്കുക. ഒന്നുകൂടി എഴുതണേ, നിർബന്ധമായിട്ട് എഴുതണേ. നിങ്ങൾ മാർച്ച് മാസത്തിൽ നോൺ ക്വാളിഫൈഡ് ഡയറക്ടർ, നിങ്ങൾ എന്ത് ചെയ്തു? ഏപ്രിൽ, അതായത് ഈ മാസം നിങ്ങൾ ക്വാളിഫൈഡ് ഡയറക്ടർ ആയി. അപ്പോൾ നിങ്ങൾക്ക് എത്ര പോയിന്റ് കിട്ടി? എഴുതി വെക്കി, 2 പോയിന്റ്. മെയ് നിങ്ങൾ എന്ത് ചെയ്തു? അത് മെയിൻറ്റെയിൻ ചെയ്തു, അതായത് നിങ്ങൾ ഡയറക്ടർ തന്നെ, ക്വാളിഫൈഡ് ഡയറക്ടർ. അപ്പോൾ നമുക്ക് കമ്പനിയുടെ ഇയർലി ബേർഡ് ഓഫർ പ്രകാരം നമുക്ക് 2 പോയിന്റ് വീണ്ടും കിട്ടി. ഏപ്രിൽ, മെയ് നിങ്ങൾക്ക് 2 പോയിന്റ് കിട്ടിയിട്ട് എഴുതി വെക്കണേ. ജൂണിൽ നിങ്ങൾ സീനിയർ ഡയറക്ടറായി, ആ സമയത്ത് നിങ്ങൾക്ക് 2 പോയിന്റ്. ഇയർലി ബേർഡ് ഓഫർ കഴിഞ്ഞു, സീനിയർ ഡയറക്ടർ ആകുമ്പോൾ സമയത്ത് നമുക്ക് 2 പോയിന്റ്. ജൂലൈ സീനിയർ ഡയറക്ടർ 2 പോയിന്റ്. ഓഗസ്റ്റ് സീനിയർ ഡയറക്ടർ 2 പോയിന്റ്. സെപ്റ്റംബർ സീനിയർ ഡയറക്ടർ 2 പോയിന്റ്. ഒക്ടോബർ സീനിയർ ഡയറക്ടർ 2 പോയിന്റ്. ആലോചിച്ച് നോക്കൂ എത്ര പോയിന്റ് ആയി ടോട്ടൽ. എല്ലാ മാസവും നമുക്ക് 2 പോയിന്റ് വീതം കിട്ടി, നിങ്ങൾ ക്വാളിഫൈഡ്. ഇത് സംഭവിച്ചുകൂടെ നമുക്ക്? നമ്മുടെ ടീമിൽ നമ്മൾ വിചാരിച്ചാൽ നടക്കാവുന്നതല്ലേ ഉള്ളൂ. ഒന്ന് അരമുറക്കേണ്ടി വരും ചിലപ്പോൾ. നല്ലോണം റിക്രൂട്ട്മെൻറ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടി വരും. നമ്മുടെ ടീമിൽ ധൻവർഷം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ മതി. ഇനി നിങ്ങളൊരു ഡയറക്ടർ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡയറക്ടറാണെന്ന് കരുതുക. അവരുടെ ഒരു സിസ്റ്റം നോക്കൂ നിങ്ങൾ. അവർക്ക് ഏപ്രിൽ മാസം, അതായത് മാർച്ചിൽ ഡയറക്ടർ ക്വാളിഫൈ ചെയ്ത വ്യക്തിയാണെങ്കിലോ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോൺ ക്വാളിഫൈഡ് ഡയറക്ടറും ക്വാളിഫൈഡ് ഡയറക്ടറും ആയിട്ടുള്ള ആൾക്ക് എങ്ങനെ ഈ ഒരു
ട്രിപ്പ് പോകാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു തരുന്നത്. നിങ്ങളൊരു ക്വാളിഫൈഡ് ഡയറക്ടർ ആണെന്ന് വിചാരിക്കുക. ആ സമയത്ത് നിങ്ങളുടെ ഏപ്രിൽ മാസം നിങ്ങൾ എഴുതി വെക്കണേ. ഏതു ക്വാളിഫൈഡ് ഡയറക്ടർ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതുക, ഏപ്രിൽ മെയിൻറ്റെയിൻ ചെയ്തു, അതായത് നിങ്ങൾ ക്വാളിഫൈഡ് ഡയറക്ടർ തന്നെ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എത്ര കിട്ടും? 1 പോയിന്റ്. കാരണം നിങ്ങൾ സെയിം ടൈറ്റിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൂ. മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾക്ക് 1 പോയിന്റാണ്. മെയ് മാസവും നിങ്ങൾ എന്ത് ചെയ്തു? സെയിം ടൈറ്റിൽ മെയിൻറ്റെയിൻ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് 2 പോയിന്റായി. ജൂൺ മാസത്തിൽ നിങ്ങൾ സീനിയർ ഡയറക്ടറായി. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എത്ര കിട്ടി? 2 പോയിന്റ് വേറെ കിട്ടി. എഴുതണം, സീനിയർ ഡയറക്ടർ ജൂൺ, സീനിയർ ഡയറക്ടർ 2. ജൂലൈ മാസം എഴുതുക, സീനിയർ ഡയറക്ടർ 2. സെപ്റ്റംബർ സീനിയർ ഡയറക്ടർ 2. ഒക്ടോബർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ 3. കൂട്ടി നോക്കി, 14 പോയിന്റായി. ഒക്ടോബർ വരെ സമയമുണ്ട്. ഇൻ കേസ് ഏതെങ്കിലും മാസം വിട്ടുപോയാൽ 1-2 സ്റ്റെപ്പ് ചാടണം എന്നല്ലേ ഉള്ളൂ. നമുക്കവിടെ എത്താമല്ലോ വേണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് ഇത് വിട്ടുകൊടുക്കരുത് കേട്ടോ, ഒരിക്കലും വിടരുത്.